കിംബോയിടാ കിംബോയി. അതാടാ കിംബോയി. ഹായ്, ഐ ആം കിം കിം കിംബോയി. ഞാനാണ്. പറന്നടിക്കും കിംബോയി, ചേറ്റിയടിക്കും കിംബോയി, മലർത്തിയടിക്കും കിംബോയി, ചുഴറ്റിയടിക്കും കിംബോയി, ഉയർന്നു പൊങ്ങും കിംബോയി, തുള്ളിപ്പറക്കും കിംബോയി. ഒറ്റയ്ക്ക് 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 വഴിവെട്ടി വന്നവരാണ് ഈ കിം കിം മണ്ണൻ. കിംബോയുടെ കളിയൊന്നും വേണ്ട. കിംബോയി വേറെ ലെവലാക്കും. മനസ്സിലായില്ലേ? പല പല ഐറ്റംസും അറിയാം. ചാടി അടിക്കാനും അറിയാം, മലർത്തി അടിക്കാനും അറിയാം, ഉയർന്ന് കുത്താനും അറിയാം. മനസ്സിലായല്ലോ? കളി വേണ്ട. നമ്മുടെ ആറാട്ടണ്ണനെ പോലെയും അലിൻ ജോസ് പെരേരയെ പോലെയും ഈ അറിയപ്പെടുന്ന ഈ കിം കിം കിംബോയി വേറൊരു ന്യൂ വെറൈറ്റി സ്റ്റൈലിൽ ഈ കേരളം ഭരിക്കണം. കേരളം ഭരിച്ചിരിക്കും. തകർത്ത് തിമിർത്താടും. അതാണ് കിം കിം. നിങ്ങൾക്ക് തരുന്ന വാക്കാണത്. നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ? ഈ കിംബോയെ നോക്ക്. കിംബോയാണ്. കിംബോയുടെ പാറ് നോക്ക്. അതാണ് കിംബോയ്. എന്റെ കഴിവ് ആർക്കെങ്കിലും ഉണ്ടോ? ദൂരക്കിഴക്കുതിക്കും മാടിക്കച്ചമ്പഴുക്ക. ഈ കിംബോയി എന്നെ എടുത്തേ, കേരളം മൊത്തത്തിലെടുത്തേ. എവിടായിരുന്നു കിംബോയ് ഇതുവരെ? ഞാൻ ഈ UAE ഒരു മണലാരണ്യത്തിലായിരുന്നു. ദുബായ് എന്ന് പറയുന്ന ഒരു മണലാരണ്യത്തിൽ. ദുബായ് വലിയ സിറ്റിയാണ്. മണലാരണ്യം അതുക്കപ്പുറമുള്ള ഒരു സിറ്റിയാണ് ദുബായ്. അവിടെ ആയിരുന്നു ഞാൻ. ഒരു 9 വർഷം അവിടെ ആയിരുന്നു. എന്തുകൊണ്ട് വന്നില്ല മലയാള സിനിമയിലേക്ക് കിംബോയെ പോലെ ഒരാള്? ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് വരാൻ പറ്റില്ല. പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അടിച്ചു കയറിയൊക്കെ നിന്ന്. അവിടെ ഇടി ഉണ്ടായിരുന്നു, മലക്കം ഉണ്ടായിരുന്നു, കുനിച്ചിരുത്തി ഇടി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഇനി ഉണ്ടാവുമോ മലയാള സിനിമയിൽ ഹീറോ ആയിട്ട്? ഇനി മലയാള സിനിമയിലും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ഹീറോ ആയിട്ട് കിംബോയ്ക്ക് തിളങ്ങണമെന്നാണ് ആഗ്രഹം. കിംബോയുടെ കാലമാണോ ഇനി മൊത്തം? കിംബോയുടെ കാലമാവണം. കിംബോയ്ക്കും നല്ലൊരു കാലം വരണം. അതാണ്. പെരേരെ ഉണ്ടാവുമോ കൂടെ? അതോ അവര് പോവോ? അവരെ വെട്ടിച്ചിട്ട് കയറി വരുമോ? അങ്ങനെ നമ്മൾ വെട്ടിക്കില്ല. ആലട്ടണ്ണനും പെരേരയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. നമ്മള് ഒരുമിച്ചെന്ന് വേണമെങ്കിൽ നമ്മള് ഇത് എൻജോയ് ആക്കും. ഫൈറ്റിനില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ ഫൈറ്റിനൊന്നും ഇല്ല. അങ്ങനെ ഇപ്പൊ മലയാള സിനിമയിൽ നിന്ന് എത്ര അവസരങ്ങൾ വന്നു കിംബോയ്ക്ക്? എന്നെ ഇതുവരെ ആരും വിളിച്ചില്ല. നിങ്ങൾ എന്തൊക്കെ പറയുന്നു? എന്നെ ആരും വിളിച്ചില്ല. ഞാൻ കാത്തിരിക്കുക. അവരെന്നെ വിളിക്കുമായിരിക്കും. അതുവരെ ഞാൻ കാത്തിരിക്കും. അതാണ് കിം കിം കിംബോയ്. കല്യാണത്തെ കുറിച്ച് കല്യാണം കഴിഞ്ഞോ കിംബോയുടെ? കല്യാണം കഴിഞ്ഞില്ല. ആഗ്രഹമുണ്ടോ കല്യാണം കഴിക്കാൻ? ആഗ്രഹമുണ്ട്. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് ഒരു അവസരമാവട്ടെ. കിംബോയ്ക്ക് അത്തരത്തിലുള്ള ഒരു പെണ്ണിനെയാണ് ആഗ്രഹം. എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, വളരെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഇത് പെണ്ണുങ്ങളൊക്കെ, എന്നെ പെങ്കൊച്ചുങ്ങളൊക്കെ എന്നെ കാണാൻ വരട്ടെ. ഞാൻ കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. നല്ലൊരു പെണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ഈ കിം കിം കിംബോയ് കാത്തിരിക്കുന്നു. അപ്പൊ അവരെ കേൾപ്പിക്കാൻ വേണ്ടി രണ്ടുപേര് പാട്ട് പാടും, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ലജ്ജാവതിയെ എന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ എന്റെ കള്ളക്കടക്കണ്ണിൽ, താഴമ്പൂവോ താമരത്താരോ തേനോ തേന്നിലാവോ, മാമഴമുത്തോ മല്ലിക്കുറുന്തോ മീനോ മാരിവില്ലോ, തൊട്ടൊരു മിനിനാട്ടെ ഏതൊട്ടാവാടി പെൺമാനെ, മാനസക്കൊട്ടാര കെട്ടിലുദിക്കുന്ന റോജ രാജറാണി. ലജ്ജാവതിയെ എന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ എന്റെ കള്ളക്കടക്കണ്ണില്ലോ, നാഗവല്ലി മനോഹരി, നാഗവല്ലി മനോഹരി. വിടമാട്ടെ, വിടമാട്ടെ, ഉങ്ങളെ ഞാൻ വിടമാട്ടെ, വിടമാട്ടെ, ഉങ്ങളെ ഞാൻ വിടമാട്ടെ. ഓൻ രക്തത്തെ താൻ കുടിപ്പേ, ഈ നാഗവല്ലി താൻ പേசுறே. നാഗവല്ലി മനോഹരി നാമധാര. അന്യൻ സിനിമ, അതിനകത്ത് അമ്പിയും അന്യനുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊന്ന് പറയാവോ? കിംബോയ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? 5 കൊலை நான் தான் பண்ணிட்டு. സത്യമാ ഞാൻ பண்ணிട്ടില്ല, സത്യമാ ഞാൻ பண்ணிട്ടില്ല. മലയാള സിനിമയില് മോഹൻലാല്, മമ്മൂട്ടി ഇവരെ രണ്ടുപേരെ എനിക്ക് കിം കിം കിംബോയ്ക്ക് വളരെ പ്രിയമാണ്. ലാലേട്ടനെയും മമ്മൂക്കയും വളരെ പ്രിയം തന്നെയാണ് കിം കിം കിംബോയ്ക്ക്. തെലുങ്കില് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് പ്രവാസണ്ണൻ. ഈ കിം കിം കിംബോയ്ക്ക് നേരെ കൽക്കിയുടെ റിലീസിന് ഹൈദരാബാദിൽ നേരിട്ട് പോയി തിയേറ്ററിൽ പോയി റിവ്യൂ ചെയ്യണമെന്ന് ഈ കിം കിം കിംബോയ്ക്ക് ആഗ്രഹമുണ്ട്. പിന്നെയുള്ള വേറെ എണ്ണമെന്ന് വെച്ചാൽ നമുക്ക് ബിഗ് ബോസിൽ കയറണം. ബിഗ് ബോസിൽ കയറണം എന്നുള്ളത് ഒരു ഇതായിട്ടിരിക്കുകയാണ്. അടുത്ത സീസൺ 7-ലെങ്കിലും കിംബോയ്ക്ക് ഒരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹേ പ്രവാസണ്ണ, നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഹൈദരാബാദിൽ വന്ന് ഈ കിം കിം കിംബോയ് നിങ്ങളുടെ റിവ്യൂ എടുക്കും. ഓക്കെ? ഈ കിംബോയുടെ സ്വന്തം ഫാൻസിന് വേണ്ടിയിട്ട് ഈ കിംബോയുടെ ഒരു സ്പെഷ്യൽ ഡാൻസ് നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുകയാണ്. ഡാഡി മമ്മി വീട്ടിലില്ല,
വിളയാടാൻ ആരുമില്ല, വിളയാടി പോകാമുല്ല ഇല്ലാടാ. എല്ലാ ഫാൻസിനും ഈ കിംബോയുടെ ഗുഡ് ബൈ. നല്ലൊരു മഴക്കാലം ആശംസിക്കുന്നു.